Attende Domine, et miserere, quia peccavimus tibi. ക്രിസ്തുവിലെ പ്രിയപ്പെട്ടവരെ, സോഷ്യൽ മീഡിയയുടെ കാലഘട്ടത്തിലാണ് നമ്മൾ ഓരോരുത്തരും ആയിരിക്കുന്നത്. ഈ വാട്സാപ്പിലും ഇൻസ്റ്റഗ്രാമിലുമൊക്കെ നമുക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാരെ ബ്ലോക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീച്ചറുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടമില്ലാത്ത മെസ്സേജുകളൊക്കെയല്ല, നമുക്ക് വേണ്ടാത്ത മെസ്സേജുകളൊക്കെയല്ല ബ്ലോക്ക് ചെയ്യാൻ പറ്റും. ഇന്നത്തെ സുവിശേഷം വായിക്കുമ്പോൾ ഇതിന് സമാനമായിട്ടുള്ള രീതിയിൽ ക്രിസ്തു ബ്ലോക്ക് ചെയ്യപ്പെടുന്ന ഒരു ചിത്രം ഇന്നത്തെ സുവിശേഷത്തിൽ നമുക്ക് കാണാൻ പറ്റും. യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായം 43 മുതൽ 54 വരെയുള്ള വാക്യങ്ങളിൽ യേശു സ്വന്തം ജനത്തിൻ്റെ ഇടയിൽ ബ്ലോക്ക് ചെയ്യപ്പെടുന്ന ഒരു ചിത്രം നമുക്കവിടെ കാണാൻ പറ്റും. യേശുവിനെ ബ്ലോക്ക് ചെയ്യുമ്പോൾ അവന് അവിടെ ഒരത്ഭുതം പോലും പ്രവർത്തിക്കാൻ സാധിച്ചില്ല എന്നാണ് വചനം വ്യക്തമാക്കുന്നത്. ഒരു വശത്ത് യേശു ബ്ലോക്ക് ചെയ്യപ്പെടുമ്പോൾ മറുവശത്ത് ഗലീലക്കാരുടെ അടുത്ത് യേശുവിന് വലിയ അക്സെപ്റ്റൻസ് ഉണ്ടാവുകയാണ്. അവിടെ യേശു വലിയൊരു അത്ഭുതം പ്രവർത്തിച്ചു എന്നാണ് ഇന്നത്തെ സുവിശേഷം വ്യക്തമാക്കുന്നത്. തപസ് കാലത്താണ് നമ്മളായിരിക്കുന്നത്. എന്നോടും നിങ്ങളോടും ഇന്നത്തെ സുവിശേഷം ചോദിക്കുന്നതും ഇതേ ചോദ്യമാണ്. യേശുവിനെ ഞാൻ ബ്ലോക്കിലാണ് വച്ചിരിക്കുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ പലപ്പോഴും നമ്മൾ ഓരോരുത്തരും ഇതിൻ്റെ രണ്ടിനെയും നടുക്കാണ് നിൽക്കുന്നത്. നമുക്ക് ആവശ്യമുള്ള സമയത്ത് യേശുവിനെ അൺബ്ലോക്ക് ചെയ്യുവാനും അവൻ്റെ അത്ഭുതങ്ങൾ സ്വീകരിക്കാനും നമ്മൾ തയ്യാറാകുന്നു. എന്നാൽ അത്ഭുതങ്ങളൊക്കെ എല്ലാം സ്വീകരിച്ചതിന് ശേഷം യേശുവിനെ ബ്ലോക്ക് ചെയ്യുന്ന ഒരു രീതി നമ്മുടെ ഇടയിൽ തുടർന്നു വരുന്നു. ആയതിനാൽ ഈ ഒരു തപസ് കാലത്ത് യേശുവിനെ കൂടുതൽ മനസ്സിലാക്കുവാനും അവനോട് കൂടെ ചേർന്ന് നിൽക്കുവാനും അവനെ സ്നേഹിക്കുവാനും നമുക്ക് സാധിക്കട്ടെ. യേശു കൂടെയുണ്ടെങ്കിൽ നമ്മുടെ ജീവിതങ്ങളും അത്ഭുതങ്ങളായി മാറും. അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ.